വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇടത് വലത് മുന്നണിക്ക് കഴിയുന്നില്ലെന്ന് വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് പാനൂരിൽ ബോംബ് നിർമ്മാണം നടത്തിയത്. കേരള സ്റ്റോറിയെ എതിർക്കുന്നവരുടെ ലക്ഷ്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും പ്രഫുൽ കൃഷ്ണ വിമർശിച്ചു. വടകരയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാത്രിയൊന്നും പകലൊന്നുമില്ലാത്ത സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടിനായുള്ള ഒരു വലിയ പരിശ്രമത്തിൽ തന്നെയാണ്. രാത്രി വൈകിയും പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനം റോഡ് ഷോ ഒക്കെ കഴിഞ്ഞ് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്ങനെയാണ് നിലവിലെ ഒരു അവസ്ഥ? എങ്ങനെയാണ് നോക്കൂ, ചൂട് 40 ഡിഗ്രി ഒക്കെ എത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ ആ ചൂടൊന്നും തെരഞ്ഞെടുപ്പ് ചൂടിനെ ബാധിക്കുന്നതേ ഇല്ല. രാത്രി വൈകിട്ടും ഈ കൊയിലാണ്ടിയിൽ എല്ലാവരും വലിയ ആവേശത്തിലാണ്. ആയിരക്കണക്കിന് പേര് പങ്കെടുത്ത റോഡ് ഷോ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും NDA മുന്നണി വിജയിക്കുമെന്നുള്ള ഉറപ്പിലാണ് ജനങ്ങൾ മുഴുവൻ. കാരണം ഈ വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിജിയുടെ എത്താത്ത ഒരിടം പോലും ഇല്ല. അത് വോട്ടായി മാറും. വലിയൊരു മോദി അനുകൂല തരംഗം വടകരയിൽ നിലനിൽക്കുന്നു. തീർച്ചയായും അതിനാണ് വടകര ബോംബ് രാഷ്ട്രീയം അടക്കം ചർച്ചയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഒരു പ്രതികരണം? നോക്കൂ, വടകരയെ സംബന്ധിച്ചിടത്തോളം വികസനം പറഞ്ഞു വോട്ട് പിടിക്കാൻ കോൺഗ്രസിനും സാധിക്കില്ല, CPM-നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഈ ഒരു സമാധാന അന്തരീക്ഷത്തിൽ എന്തിനാ ബോംബുണ്ടാക്കിയത്? ഇപ്പൊ CPM പറയുന്നത് അവരാരും അല്ല പ്രതികളെന്നാണ്. പക്ഷേ അവിടുത്തെ മുഴുവൻ ആളുകളും അതിലെ പ്രതികൾ CPM-കാരാണ്. പ്രധാന പ്രതികൾ DYFIയുടെ നേതാക്കന്മാരാണ്. അവർ രക്ഷാപ്രവർത്തകരാണ് എന്നൊക്കെയാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ തൊലിക്കട്ടി വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കാണാൻ സാധിക്കില്ല. കാരണം CPM കാണ്ടാമുഖത്തിനെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയാണ് CPM നേതാക്കന്മാർക്ക്. അവരുടെ നേതാക്കന്മാരാണ്, അവരുടെ അണികളാണ് ബോംബുണ്ടാക്കിയിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയാം. ഇത് എപ്പോൾ പൊട്ടിക്കാനാണ്? ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ്. കാരണം വികസനം പറയാൻ CPM-ന്റെ പക്കൽ ഒന്നുമില്ല, ക്ഷേമ പെൻഷനുകളില്ല, ഒന്നുമില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേട് മറച്ചു വെക്കാൻ അക്രമം ഉണ്ടാക്കണം. അതാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പോൾ പറയാൻ കിട്ടിയിരിക്കുന്നത് കേരള സ്റ്റോറി ഒരു വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറിയാണ്. നൂറുകണക്കിന് പെൺകുട്ടികളാണ് ലവ് ജിഹാദ്, മതം മാറ്റം, പ്രേമം നടിച്ചും മതം മാറ്റിയിട്ടുള്ളത്. നാർക്കോട്ടിക് ജിഹാദ്, അതുപോലെ ലവ് ജിഹാദ്, ഇത് നിരവധിയായിട്ടുള്ള ക്രിസ്ത്യൻ സഭകൾ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയമാണ്. അപ്പോൾ അത് ഇല്ലാത്ത സംഭവമാണ്. കേരളത്തെ അപമാനിച്ചതാണ് എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനമുള്ളത്? കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി, ആ സ്റ്റോറി കാണിക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരാണല്ലോ CPM-കാർ. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് വലിയ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അവർ ഈ കേരള സ്റ്റോറി എതിർക്കുന്നത് എന്തിൻ്റെ മനനത്തിലാണ്? ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയാണ്. ഇടുക്കി രൂപത തന്നെ അത് പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. തീർച്ചയായും ഇത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് കുട്ടികളാണ് അങ്ങനെ മതപരിവർത്തനത്തിന് വിധേയരായിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വിജിലൻ്റ് ആയിട്ട് ഈ സംഭവത്തെ നോക്കിക്കാണുകയാണ്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇതെല്ലാം തന്നെ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയാണ്. CAയുടെ പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? CA മുസ്ലിങ്ങൾ രണ്ടാംകര പൗരന്മാരാണെന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അയച്ചു വിടുകയാണ്. ഇപ്പോൾ നോക്കി, ഇതിപ്പോൾ BJPയുടെ പൊതുയോഗമല്ലേ? ഈ പൊതുയോഗത്തിൽ വെച്ചാണ് ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗം സുൽഫത്ത് നോമ്പ് തുറന്നിരിക്കുന്നത്. അപ്പോൾ BJP ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. ഇങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്താണ് എന്ന് വടകരയിലെ വോട്ടർമാർക്കറിയാം. അത് വോട്ടായി മാറും. വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു കയറും. ഇതിനെയാണ് ഏതായാലും ഒരു ആവേശത്തോടെ തന്നെ ഓരോ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും രാത്രി വൈകിയും പ്രവർത്തനങ്ങളുമായി സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ പ്രക്ഷോഭിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.